ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ നല്ല വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു തവണ സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, സാമ്പാർ പരിപ്പ്. ഇത് നല്ലപോലെ കഴുകിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 വിസിലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രഷറൊക്കെ പോയിട്ട് എടുക്കുമ്പോഴേക്കും പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കട്ടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്കൊരു 5 പച്ചമുളക് കീറിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിവിടെ കോരിയെടുക്കാം. ഇനി നമ്മൾ സാമ്പാറിലേക്കുള്ള വേവ് കൂടിയ പച്ചക്കറികൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അടുപ്പിൽ കലത്തിലൊക്കെ വേവിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതാ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേവ് കൂടിയ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചക്കായും ചേനയും ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികൾ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് 1 വിസിലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലടിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പ്രഷറൊക്കെ പോകുമ്പോഴേക്കും പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഞാനിവിടെ പൊടികളായിട്ടല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമല്ലി ഉണക്കമുളകൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ്. പൊടികളായിട്ടാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മല്ലിയും വറ്റൽമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കായം ചെറിയൊരു കഷ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത എണ്ണയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഈ ഒരു കായം ചേർത്തിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഇളക്കി കായത്തിൻ്റെ ആ ഒരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 15 വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറ്റൽമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ വറുത്തെടുത്ത് കളറ് മാറി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ 1.5 വലിയ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ മല്ലി മുളകൊക്കെ നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചതാണ്. ഇനി ഇതിലേക്കുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക എപ്പോഴും സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ചിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പരിപ്പിലേക്ക് ഞാൻ ചേർത്ത വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. വെണ്ടയ്ക്ക വറുത്തെടുത്ത് മാറ്റിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 4-5 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വന്ന സമയത്ത് 1 കപ്പ് തേങ്ങ ചിരവിയതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല ചുവക്കനെ വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ കളർ മാറി വരുന്ന രീതിയിൽ വറുത്തെടുക്കണം. എന്നിട്ട് അത് തണുക്കാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ വേണം കേട്ടോ ഈ ഒരു മസാല അതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഞാനിതാ വേവ് കുറഞ്ഞ പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് പയർ, മുരിങ്ങക്ക, മത്തന്, വഴുതനങ്ങ, കുമ്പളം, തക്കാളി, ഈ കാണുന്ന വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചക്കറികളിലൊക്കെ മസാല പിടിക്കണമെങ്കിൽ ഈ സമയത്ത് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ ആ ഒരു മൂടിയല്ല കേട്ടോ ഈ ഒരു സമയത്ത് ഇടുന്നത്. സാധാരണ ഒരു മൂടി വെച്ച് നമ്മളിത് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കണ്ടോ, കട്ടയൊന്നുമില്ലാതെ തരിതരിയൊന്നുമില്ലാതെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. തിളക്കാൻ തുടങ്ങിയിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ പാകത്തിന് വേവുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. ഇതിന് പകരം പ്രഷർ കുക്കറിനെ മൂടിയിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറിൽ വെച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്ന സമയത്ത് വെണ്ടയ്ക്ക കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്.
വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലേക്ക് ഒന്ന് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശർക്കര ചേർക്കുമ്പോൾ ആ ഒരു സദ്യ സ്റ്റൈൽ സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത ഒരു കടുകും കറിവേപ്പിലയും മുകളിലായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ എല്ലാ സാമ്പാർ ഉണ്ടാക്കാറെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.